KTM RC200ൻ്റെ വിൻഷീൽഡ് ഇതുപോലെ ലാമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ ബുള്ളറ്റിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ഫ്യൂൽ ടാങ്കിൻ്റെ ക്യാപ്പ് ഊരി മാറ്റിയിട്ട് മാത്രമേ വർക്ക് തുടങ്ങത്തുള്ളൂ. ക്യാപ്പൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട്. പിന്നെ പുള്ളി നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ടാങ്കിൽ അഴുക്കൊന്നും പാടില്ല അത് ഒട്ടിക്കുമ്പോഴത്തേക്ക്. അപ്പം നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പുള്ളി ഇപ്പം ലാമിനേഷൻ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് ഒരു കുറഞ്ഞ ക്വാളിറ്റി പേപ്പറാണ്, പക്ഷേ ഇത് മതി. ഞാൻ നേരത്തെ ഒട്ടിച്ചിരുന്നതും ഈ പേപ്പർ തന്നെയാണ്, പക്ഷെ അത് 4 വർഷത്തോളം കാലം അത് കിടന്നിട്ടുണ്ട്. അപ്പം റീപെയിൻറ്റ് ചെയ്യുന്നുണ്ട് വന്ന് മാത്രമാണ് അത് ഇളക്കി മാറ്റേണ്ടി വന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അത് കിടന്നേനെ. ഇത് ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിക്കുന്നില്ല, നമ്മൾ ഒട്ടിക്കുന്ന ടോപ്പിൽ മാത്രമാണ് ഒട്ടിക്കുന്നത്. ഫുൾ കവറേജ് വരുന്നില്ല. നേരത്തെ ഒട്ടിച്ചിരുന്നതും ടോപ്പിൽ മാത്രമായിരുന്നു ഒട്ടിച്ചിരുന്നത്, ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു മാക്സിമം താത്തൊട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒട്ടിച്ച് തരാൻ പറഞ്ഞു. പുള്ളി ഇപ്പോൾ മാക്സിമം താത്തൊട്ടിച്ച് തന്നിട്ടുണ്ട്. കണ്ടില്ലേ, ലാമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് സ്റ്റിക്കർ ഒട്ടിക്കും. അതായത് ഇത് തിരിച്ച് കളവി വരാതിരിക്കാനോ അല്ലെങ്കിൽ എഡ്ജ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനടുത്തൊക്കെ ഷെയർ ചെയ്യണം. ഇതുപോലത്തെ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും നോട്ടിഫിക്കേഷൻ കൂടെ ഓണാക്കി ഇട്ടേക്കണം. അപ്പം പുതിയ വീഡിയോ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റും.